BJP പാർലമെന്ററി ബോഡി യോഗവും ഇന്ന് ചേരുന്നുണ്ട്. ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ തീരുമാനിക്കലാണ് പ്രധാന അജണ്ട. ചർച്ചകൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ഗോപിക, വൈകിട്ട് 6 മണിക്ക് BJPയുടെ കേന്ദ്ര കമ്മിറ്റി ഓഫീസിലാണ് യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. 2 തരത്തിലാണ് യോഗം ക്രമീകരിച്ചിരിക്കുന്നത്. ഇന്ന് BJPയുടെ പാർലമെന്ററി പാർട്ടി യോഗം ചേരും. അതിനുശേഷം നാളെ NDA യോഗവും ചേരുന്നുണ്ട്. ഇന്ന് ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച ഒരു ഔദ്യോഗിക തീരുമാനത്തിലേക്ക് എത്തും. അതിനുശേഷം അത് നാളെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കും, അല്ലെങ്കിൽ NDA മീറ്റിംഗിൽ അറിയിക്കുമെന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. പ്രധാനമന്ത്രിയെയാണ് സ്ഥാനാർത്ഥിയെ കണ്ടെത്താനായി നേരത്തെ തന്നെ NDA യോഗം ചുമതലപ്പെടുത്തിയത്. BJPയുടെ ദേശീയ അധ്യക്ഷൻ JP നദ്ദയും ഈ 2 പേർ തീരുമാനിക്കട്ടെ എന്നൊരു നിലയിലേക്കാണ് കാര്യങ്ങൾ എത്തിയത്. വളരെ കൃത്യമായി തന്നെ ഒരു വിഭാഗം നേതാക്കൾ പറയുന്നത് BJPയുടെ രാഷ്ട്രീയ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുന്ന ആളായിരിക്കണം ഉപരാഷ്ട്രപതിയായി വരേണ്ടത് എന്നുള്ളതാണ്. വെങ്കയ്യനായിഡു ഉപരാഷ്ട്രപതിയായിരുന്ന സമയത്ത് നമുക്ക് കൃത്യമായി തന്നെ അറിയാം, വളരെ കൃത്യമായി, അതായത് പ്രതിപക്ഷത്തെ അവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴും കൃത്യമായി തന്നെ സർക്കാരിന്റെ നിലപാടുകൾ, BJPയുടെ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കാൻ വെങ്കയ്യനായിഡുവിന് കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ആ പദവിയിലേക്ക് വീണ്ടും അദ്ദേഹത്തെ കൊണ്ടുവരണമെന്ന ആവശ്യം മുന്നോട്ട് വെക്കുന്നുണ്ട്. പക്ഷേ മറ്റു ചില പേരുകൾ, ഗവർണർമാർ, ലഫ്റ്റനന്റ് ഗവർണർമാർ, മുൻ ഗവർണർമാർ അടക്കമുള്ളവരെ പേരുകൾ കൂടി പരിഗണിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇക്കാര്യത്തിൽ RSSന്റെ കൂടി നിലപാടുകൾ നിർണായകമാണ്. ഏതായാലും ഈ ഘട്ടത്തിൽ BJPയുമായി വൈസ് പ്രസിഡന്റ് ഉപരാഷ്ട്രപതിയുടെ കാര്യത്തിൽ ഒരു തർക്കത്തിലേക്ക് പോകുന്നില്ല എന്നുള്ളത് റാം മാധവ് അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ, RSSന്റെ നേതാക്കൾ വ്യക്തമാക്കുകയും ഒക്കെ ചെയ്തതാണ്. ഏതായാലും ഈ ഘട്ടത്തിൽ ഇന്ന് വൈകിട്ട് യോഗം ചേരും. നാളെ NDAയുടെ യോഗം ചേരുന്നതോടുകൂടി തന്നെ ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാവും. മറ്റൊന്ന്, പ്രതിപക്ഷ നിരയിൽ നിന്ന് ഉപരാഷ്ട്രപതി ആരാകണമെന്ന് അത് സംബന്ധിച്ചുള്ള തീരുമാനത്തിലേക്കും ചർച്ചകളിലേക്കും തിങ്കളാഴ്ച കടക്കുമെന്നുള്ളതാണ് കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ശരി, 21-നാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. സെപ്റ്റംബർ 9-നാണ് തെരഞ്ഞെടുപ്പ്. ഡൽഹിയിൽ നിന്നും KK പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്.